പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശ്വര പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ബഹുമാനപ്പെട്ട മാത്യു കരിപ്പാലച്ചനും ഞാൻ തമ്മിലായിരുന്നു ഒരുമിച്ചുള്ള സംസാരമായിരുന്നു ഈ കാത്തലിക് മിററിൽ ഉണ്ടായിരുന്നത്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത്തെ കാരണം, മാത്യു അച്ഛന് സ്ഥലമാറ്റം ഉണ്ടായി. ഇപ്പം കുറച്ചുകൂടി ദൂര സ്ഥലത്തേക്കാണ് അച്ഛൻ മാറിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അച്ഛനൊരു ഡോക്ടറേറ്റ് തീസിസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന വട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞനുസരിച്ച് അച്ഛന് വളരെ താല്പര്യത്തോടെ ഇരിക്കുകയാണ് ഈ ശുശ്രൂഷ വരാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് സെപ്റ്റംബർ മാസത്തിലേക്ക് അത് തീരും. സെപ്റ്റംബർ മാസം തുടങ്ങി വീണ്ടും അദ്ദേഹം ഈ കാത്തലിക് മിററിലേക്ക് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പതിവ് പോലെ ഒരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഒരു ഫിലിം മലയാള സിനിമയിലുണ്ട്. അതിൻ്റെ പേര് വെള്ളാനകളുടെ നാട് എന്ന മറ്റുമായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്, അബദ്ധപ്രബോധനങ്ങളുടെ നാട് അല്ലെ പാഷാണ്ഡതകളുടെ നാട് എന്നൊക്കെ ഒരു ലെവലിലേക്ക് നമ്മുടെ കേരളം മാറിപ്പോകുന്നൊരവസ്ഥ വരുമോ, അങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാവുകയായിരുന്നു. കാരണം എനിക്ക് തന്നെ നേരിട്ട് അറിവുള്ളതും എൻ്റെ അടുത്ത് വന്ന പലരും പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ വെച്ച് നോക്കി കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറിച്ച് നോക്കിയിട്ട് തന്നെ ഒരു 15ഓളം അബദ്ധ പ്രബോധനങ്ങൾ വളരെ കാര്യമായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ പരന്ന് കൊണ്ടിരിക്കുകയാണ്. ധാരാളം പേര് വിശ്വാസയോഗ്യരായ വ്യക്തികളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് 10,000-കണക്കിന് പേര് ഇത്തരം അബദ്ധ പ്രബോധനങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ പഠിപ്പിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ ധാർമ്മികമായ പാപങ്ങളെക്കുറിച്ച് അവരൊരു കുറച്ചൊക്കെ ഗൗരവബോധം ഉണ്ടായി അതൊഴിവാക്കണമെന്ന് അവർ പ്രബോധിപ്പിക്കുന്നത് പോലെ, അതേക്കുറിച്ച് ബോധ്യമുള്ളതുപോലെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അതിൽ തെറ്റുകൾ വരുത്താൻ വേണ്ടി പാടില്ല എന്ന് സ്വയം വിശ്വസിക്കുകയോ അത് പഠിപ്പിക്കുന്നതിൽ കാര്യമായി ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല എന്ന ഒരു കാരണം കൊണ്ടാണ് ഈ അബദ്ധ പ്രബോധനങ്ങൾ വർദ്ധിച്ചു വരുന്നതെന്ന് തോന്നുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭ ഔദ്യോഗികമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള ബോധപൂർവമായ ഒരു തിരിഞ്ഞുനിൽപ്പ്, ഇല്ല അങ്ങനെയുള്ള പഠനങ്ങളാണല്ലോ നമ്മൾ പാഷാണ്ഡതകൾ എന്ന് പറയുന്നത്. ഈ പാഷാണ്ഡതകളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഇന്നെനിക്ക് അങ്ങനെ ചിന്ത പ്രത്യേകമായിട്ട് വരികയും ചെയ്തു. ഈ പാഷാണ്ഡതകൾ പഠിപ്പിക്കാനും അത് വിശ്വസിക്കാനും കുറച്ച് എളുപ്പമുണ്ട്. സഭയുടെ സത്യവിശ്വാസം അത് യഥാവധി പഠിപ്പിക്കാനും അത് വിശ്വസിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഉദാഹരണത്തിന്, വിശുദ്ധ ബൈബിളിൽ 66 പുസ്തകങ്ങളേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുമ്പോഴുള്ള എളുപ്പം എന്താണ്? ബാക്കി 7 പുസ്തകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ ധ്യാനിക്കുകയോ ജീവിക്കുകയോ ചെയ്യേണ്ടതില്ല. പരിശുദ്ധ കന്യകാമറിയം അത് ദൈവമാതാവല്ല, അല്ല വെറും ഒരു സ്ത്രീ മാത്രമാണ്, കന്യകാമറിയത്തെ സ്നേഹിക്കേണ്ടതില്ല, വണങ്ങേണ്ടതില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? അത് കുറച്ചുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ജപമാല അല്ലണ്ട, അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലെ പഠനങ്ങളിലേക്ക് പോകണ്ട, എളുപ്പമല്ലേ? അപ്പോൾ പരിശുദ്ധ കുർബാന അത് ശരിയല്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? കുർബാനയ്ക്ക് പോകണ്ട, രാവിലെ എഴുതി കുർബാനയ്ക്ക് പോകണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയുള്ള വിശുദ്ധിയുടെ പാലനം ഇതൊന്നും ആവശ്യമില്ല. ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകും, ആരും നരകത്തിൽ പോവുകയല്ല. അതിൻ്റെ ഗുണം എന്താണ്? അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാതെ ജീവിക്കാമല്ലോ. പാപത്തെ ഭയക്കേണ്ട ആവശ്യമില്ല, പാപം ഒഴിവാക്കാൻ വേണ്ടി അധ്വാനിക്കേണ്ട ആവശ്യമില്ല. ഏത് മതത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാലും ഏത് മതത്തിലുള്ളവരും സ്വർഗത്തിൽ പോകും എന്ന് വിശ്വസിച്ചാലുള്ള ഗുണം എന്താണ്? സുവിശേഷ പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പാഷാണ്ഡതകൾക്ക് ഇങ്ങനെയൊരു പാഷാണ്ഡതകളെല്ലാം ഇത് പഠിപ്പിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വളരെ എളുപ്പവഴിയും കുറുക്കു വഴിയായിട്ടാണ് വരുന്നത്. അപ്പോൾ സാത്താൻ ചെയ്യുന്ന കാര്യമാണുള്ളത്, സാത്താൻ്റെ കണിയാണുള്ളത്. കാരണം ദൈവകൃപയോട് ചേർന്ന് ആത്മാർത്ഥമായി സഹകരിച്ച് വിശുദ്ധരാകാനുള്ള, സ്വർഗത്തിൽ പോകാനുള്ള നമ്മളെ ദൈവവിളിയെ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിലാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പിശാച് അബദ്ധപ്രബോധനമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞല്ലോ,
ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് കുറിച്ച് വയ്ക്കാൻ നോക്കിയിട്ട് ഒരു 5-10 മിനിറ്റേ ശ്രമിച്ചുള്ളൂ. അപ്പോൾ തന്നെ ഒരു കേരളത്തിൽ വ്യാപകമായിട്ട്, അല്ലെങ്കിൽ വ്യാപകം എന്ന് പറയത്തില്ല, പലയിടങ്ങളിലുമായിട്ട് പരക്കുന്ന ഒരു 14-15ഓളം അബദ്ധ പ്രബോധനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ. ഏത് മതത്തിൽ വിശ്വസിച്ചാലും കുഴപ്പമില്ല, രക്ഷ പ്രാപിക്കുക. ലിബറലിസ്റ്റ് എന്ന് പറയും. അത് കുറച്ചൊരു ദൈവശാസ്ത്രപരമായ മേഖല നിൽക്കുന്നവരൊക്കെ, അവരിൽ ചിലരും അല്ലെങ്കിൽ പലരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്ന, കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്ന ഒരു അബദ്ധ പ്രബോധനമാണ്. ഈശോയുടെ കുരിശുമരണം വഴി എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. ദൈവം കരുണയായിരിക്കുന്നതുകൊണ്ട് ആരും നിത്യനരകത്തിൽ പോവുകയില്ല. ഇതിന് യൂണിവേഴ്സലിസം എന്ന് പറയും. ഇത് കേരള സഭയിൽ കുറച്ച് പേര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പലരും വിശ്വസിക്കുന്ന ഒരു അബദ്ധ പ്രബോധനമാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ തെറ്റായ കൗൺസിലാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലും കൗൺസിലിൻ്റെ പ്രബോധനങ്ങളും തെറ്റാണ്, തെറ്റുകളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു അബദ്ധ പ്രബോധനവും കുറച്ചധികം പേര് ഫോളോ ചെയ്യുന്നതാണ്. സഭാ പ്രബോധനങ്ങൾ മനുഷ്യർ എഴുതി ഉണ്ടാക്കിയതാണ്. അതിൽ വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ബൈബിള് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ എഴുതപ്പെട്ടതാണ്, പക്ഷേ സഭാപ്രബോധനം മനുഷ്യർ എഴുതി ഉണ്ടാക്കിയതാണ് എന്ന് വിശ്വസിക്കുന്ന, ഇതെല്ലാം കത്തോലിക്കാ സഭയ്ക്ക് അകത്തുള്ള വിശ്വസിക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. പാഷാണതെല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നത് പോലെ വിശുദ്ധ ബൈബിളിനെയും നമുക്ക് ആരാധിക്കാം. അത് കത്തോലിക്കാ സഭയുടെ ഒരു പ്രബോധനത്തെ CCC 103 തിരുസഭ എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ ബൈബിളിനെയും വിശുദ്ധ കുർബാനയും ഒരുപോലെ വണങ്ങിപ്പോകുന്നു എന്നുള്ള ആ ഒരു പ്രബോധനത്തെ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നത് പോലെ വിശുദ്ധ ബൈബിളിനെ ആരാധിക്കാം. അങ്ങനെ ഒരിക്കലും തിരുസഭ ഔദ്യോഗികമായി പഠിപ്പിച്ചിട്ടില്ല. പാഷാണ്ഡതയാണ്, അബദ്ധ പ്രബോധനമാണ്. ഇതര മത സംസ്കാരങ്ങളിൽ ഒന്നും സ്വീകരിക്കാൻ പാടില്ല. അതായത് ഇതര മതത്തിലൊക്കെ ഉള്ളത് മുഴുവൻ തെറ്റാണ്, മുഴുവൻ പൈശാചികമാണ്. അവിടെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല, അവിടെ നന്മയൊന്നുമില്ല. ഇത് സഭയുടെ വിശ്വാസമല്ല, ഒരു അബദ്ധ പ്രബോധനമാണ്. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധ ത്രിത്വത്തിലെ ഒരംഗമാണ്. പിതാവും പുത്രനും പിന്നെ കന്യകാമറിയം ചേരുന്നതാണ് ത്രിത്വം. പരിശുദ്ധാത്മാവിൻ്റെ അവതാരമാണ് കന്യകാമറിയം. ഇങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടരും അവരും സഭയിലുണ്ട്. ഈശോയുടെ വീണ്ടും വരവ് ഏറ്റവും അടുത്ത് തന്നെ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നു. ഇത് റീസെൻ്റായിട്ട് ഈശോ 2ാം വരവ് സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് മക്കൾക്ക് കാര്യമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഈയിടെ തന്നെ ഒരാൾ ഒരു സഹോദരനെ വിളിച്ചു പറഞ്ഞു. അവരുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യക്തികൾ ഇങ്ങനെ വിശ്വസിക്കുന്നതായിട്ട്. സാത്താൻ അസ്തിത്വമില്ല. സാത്താൻ എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. ഇത് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഭയം കൂടാതെ ജീവിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സാത്താൻ കൊടുത്തിരിക്കുന്ന ഒരു ചിന്തയാണ്. സാത്താൻ ഇല്ല എന്ന് വിശ്വസിക്കാൻ ആത്മാക്കളെ പ്രേരിപ്പിക്കുക എന്നത്. മനുഷ്യന് ദൈവം തന്നെയാകാൻ കഴിയും. ശരിയാണ്, ദൈവിക സ്വഭാവത്തിൽ നമ്മൾ പങ്കാളിയാകാൻ വേണ്ടി നമുക്ക് ദൈവവിളിയുണ്ട്. സ്വർഗസ്വനായ പിതാവിന് കരുണയായിരിക്കുന്നത് പോലെ നമ്മൾ കരുണയായി തീരാൻ വേണ്ടിയുള്ള ആ ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരാനുള്ള വിളി നമുക്കുണ്ട്. പക്ഷേ അല്ലാതെ ദൈവം തന്നെയാകാൻ നമുക്ക് പറ്റുമെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകത്തിലെ ആ സാത്താൻ്റെ അബദ്ധ പ്രബോധനത്തിൻ്റെ പുതിയ വേർഷനാണ്. നരകത്തിൽ ചെന്ന് മാനസാന്തരപ്പെടുത്താൻ വേണ്ടി കഴിയും. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിൽ പോയി ചിലർ അവിടെ പോയി കുമ്പസാരിപ്പിക്കുന്നു, വേറെ ചിലർ നരകത്തിലേക്ക് പോയി അവിടെ പോയി രക്ഷപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. കത്തോലിക്കാ സഭാ വിശ്വാസത്തിന് വിരുദ്ധമായ അബദ്ധ പ്രബോധനങ്ങളാണ്. ആത്മരക്ഷ പ്രാപിക്കുവാൻ തിരുസഭയുടെ ആവശ്യമില്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരും തിരുസഭ അത്യാവശ്യമില്ല, ഏത് സഭയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലുള്ള അബദ്ധ പ്രബോധനങ്ങളും കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാരക പാപത്തിലും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയും. പരിശുദ്ധ കുർബാന ഒരു പാപമോചക ഉദാശയായിരിക്കുന്നതുകൊണ്ട് ഉദാശയാണ്. അതുകൊണ്ട് നമുക്ക് ഗൗരവമേറിയ പാപം ചെയ്തു കഴിഞ്ഞാൽ പോയി നമുക്ക് കുർബാന സ്വീകരിക്കാം എന്ന രീതിയിലുള്ള പഠനം കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തിലെ ദൈവം പിശാചാണ്. ഏതാണ്ട് 1 വർഷം മുമ്പ് ഏതാണ്ടുള്ള സമയത്ത് കേരളത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയ ഒരു ചിന്തയായിരുന്നു അങ്ങനെ പഠിപ്പിച്ച്. പഴയ നിയമത്തിലെ യഹോവ അത് പിശാചാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചിലർ കുടുംബവൃക്ഷത്തിൻ്റെ വിശുദ്ധീകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ സഭയുടെ പ്രബോധനമായിട്ട് എത്രമാത്രം ഒത്തുപോകുന്നുള്ളത് കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതായത് നമ്മുടെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന പല പ്രശ്നങ്ങളിലെയും ആത്മീയ ഭൗതിക പല പ്രശ്നങ്ങളെയും കാരണം നമ്മുടെ കുറച്ചേറെ മുൻപുള്ള പൂർവികന്മാരൊക്കെ ചെയ്ത ചില പാപങ്ങളുടെ കോൺസിക്വൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മാറി കിട്ടുമെന്നൊരു ചിന്ത.
ഇങ്ങനെ ചിന്തയും വിശ്വാസവും ഉണ്ടെങ്കിൽ അത് സഭയിലെ പല പ്രബോധന വിരുദ്ധമായിട്ട് വരും. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ വ്യക്തികൾ നരകത്തിലാണ് കിടക്കുന്നത്. എന്ത് ചെയ്യും? നമുക്കുള്ള ഗൗരവമേറിയ പാപങ്ങൾ ചെയ്തു, അതിൻ്റെ പരിണിതഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അവർ നരകത്തിലാണ്. പിന്നെ എന്ത് ചെയ്യും? രണ്ടാമത്തെ കാര്യം, നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന പാപത്തിൻ്റെ കോൺസിക്വൻസൊക്കെ വിശുദ്ധ മാമോദീസ വഴി നമുക്കത് കട്ടാകുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വിശുദ്ധ മാമോദീസായിൽ നമ്മൾ എങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കും? ഈശോയുടെ കുരിശുമരണത്തിൽ അല്ലെങ്കിൽ ഈശോയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഈശോയ്ക്ക് പൂർണ്ണമായ ജീവിതം സമർപ്പിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കുള്ള എല്ലാ രീതിയിലുള്ള പാപബന്ധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈശോ ഏറ്റെടുത്ത് അയാളെ ഈശോ വിടിവിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈശോ വിശ്വസിക്കുന്നതിൻ്റെ പ്രസക്തി എന്തായിരിക്കും? ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പൂർവികന്മാരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, പാപങ്ങൾ കൊണ്ടാണ് നമ്മളുടെ വ്യക്തിപരമോ കുടുംബപരമായ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്. എന്നിട്ട് അവരെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ടിയൊക്കെ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കാവുന്ന വലിയൊരു അപകടം, നമ്മളുടെ വ്യക്തിപരമായ കുറവുകൾ കൊണ്ടും നമ്മുടെ സമർപ്പണത്തിൻ്റെ അപാകത കൊണ്ടും ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടുമൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലും ചുറ്റുപാടിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകും. ഈശോയുടെ വചനമല്ലേ, കർത്താവായ ഈശോയിൽ വിശ്വസിക്കുന്ന നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞതല്ലേ. സഖ്യവൂസ് രക്ഷ പ്രാപിച്ചപ്പോൾ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചു എന്ന് ഈശോ പറഞ്ഞതല്ലേ. അപ്പോൾ നമ്മളുടെ വ്യക്തിപരമായ വിശുദ്ധീകരണവും നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടിയുള്ള നമ്മളുടെ ആ ദൈവവിളിയൊക്കെ മറന്ന് നമ്മൾ ഈ പൂർവികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന വഴിയായിട്ട് സാധാരണ സന്തോഷമാണ് നമ്മളൊരിക്കലും നമ്മുടെ ദൈവവിളി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയില്ല എന്നൊരു അപകടം ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി വിശുദ്ധരാകാൻ ശ്രമിച്ചു കഴിയുമ്പോൾ, ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചിരിക്കും. എൻ്റെ വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് മരിച്ചുപോയ ശുദ്ധീരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് അയാൾ പ്രാർത്ഥിച്ചിരിക്കും. അങ്ങനെ വിശുദ്ധരാകാൻ ശ്രമിക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറയുന്നത്, ഇങ്ങനെ സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കുമ്പോൾ വിശ്വാസികൾക്ക് ഇത് വളരെ എളുപ്പവഴിയായിട്ട് ഫീൽ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ അബദ്ധപ്രബോധനങ്ങൾ എപ്പോഴും ഒരു സഭയുടെ സത്യവിശ്വാസം വിശ്വസിക്കുന്നതിനേക്കാളും ജീവിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ള വഴിയാണ്. അപ്പോൾ ഈ എളുപ്പവഴി കാണിച്ചു തന്നുകൊണ്ട് നമ്മളെ സത്യവിശ്വാസം അകറ്റാനും നമ്മുടെ ആത്മരക്ഷ തടസ്സപ്പെടുത്തുവാനും ഒക്കെ സാത്താൻ ശ്രമിക്കും. അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്കാ സഭയിലും അവിടുത്തെ സത്യവിശ്വാസത്തിലും തിരുസഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അത് കൂടുതൽ പഠിക്കാനും അറിയാനും ജീവിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഈ കേരളം സത്യവിശ്വാസത്തിൻ്റെ നാടായിട്ട് മാറട്ടെ. ആഗോള സഭയിൽ തന്നെ സത്യവിശ്വാസം ഏറ്റവും അധികമായിട്ട് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, ജീവിക്കുന്ന വ്യക്തികളുടെ സമൂഹമായിട്ട് ഈ കേരള സഭ മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അതിനുവേണ്ടി വ്യക്തിപരമായി പരിശ്രമിക്കുകയും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈശോ അനുഗ്രഹിക്കട്ടെ.